നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദു മുസ്ലിം വേർതിരിവ് നടത്തിയിട്ടില്ലെന്ന് അധികാരത്തിലിരിക്കുന്ന ബി.ജെ.പി. നേതാക്കൾ പറയുമ്പോഴും പലപ്പോഴും മുസ്ലിങ്ങളെ വേദനിപ്പിച്ച് രസിക്കുന്ന ബി.ജെ.പിയുടെ അക്രമങ്ങളുടെ കഥയാണ് ദിനപ്രതി പുറത്തുവരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ യു.പിയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓരോ ദിവസവും അവരെ ഉപദ്രവിക്കാനായി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയാണ് ബി.ജെ.പി. പ്രവർത്തകർ യു.പിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ടിലൂടെ ചുട്ട മറുപടി നൽകിയത് യു.പിയിലെ ഹിന്ദുക്കളും അടങ്ങുന്ന ജനവിഭാഗമാണെങ്കിലും പഴി മുഴുവൻ ചുമക്കുന്നത് ന്യൂനപക്ഷമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ന്യൂനപക്ഷത്തെ പേടിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള പരിശ്രമത്തിലാണ് ബി.ജെ.പി. അതിനുദാഹരണമാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കുക്രയിൽ നദിയുടെ പുനരുജ്ജീവനത്തിനും കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി ഒഴിപ്പിക്കുകയാണെന്ന ന്യായീകരണത്തോടെ ഉത്തർപ്രദേശിലെ അക്ബർ നഗറിൽ 9 ദിവസം കൊണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് 1200-ലധികം കെട്ടിടങ്ങളാണ്. കുടിയൊഴിപ്പിക്കലിനെതിരെ നിലവിൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുകയാണ്. അക്ബർ നഗറിലെ 1068 അനധികൃത പാർപ്പിടങ്ങളും 101 വാണിജ്യ നിർമ്മാണങ്ങളും പൊളിക്കാൻ കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം സംസ്ഥാനത്തെ നദികളുടെയും മറ്റ് ജലാശയങ്ങളുടെയും തീരത്തെ കയ്യേറ്റങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു മുൻപ് ഹിന്ദുക്കളും കയ്യേറ്റങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഒഴിപ്പിക്കാൻ ഇതുപോലെ തിരക്ക് കൂട്ടുന്നത് മുൻപ് കണ്ടിരുന്നില്ല. സത്യം പറഞ്ഞാൽ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനെയല്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയാണ്. യോഗി ആദിത്യനാഥിന്റെ ദുർഭരണത്തിൽ നിലവിൽ യു.പിയിലെ ജനങ്ങൾക്ക് അതൃപ്തിയാണുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചാൽ യോഗിക്ക് അവിടെ നിലനിൽപ്പ് നഷ്ടമാകും. യു.പിയിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ യോഗിയുടെ രാജി ബി.ജെ.പി. തന്നെ ആവശ്യപ്പെടുമെന്നത് തീർച്ചയാണ്. അതിനാൽ തന്നെ ബി.ജെ.പിയെ തോൽപ്പിച്ചാൽ ഇതായിരിക്കും പരിണത ഫലമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഭയപ്പെടുത്തി വോട്ട് നേടാനുമുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്നതിൽ സംശയം വേണ്ട.